My precious children of God, എൻ്റെ പ്രിയ ദൈവമക്കളെ, there are so many promises in the Word of God. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അനേകം വാഗ്ദത്തങ്ങൾ ഉണ്ട്. Firstly, we will meditate, ask, and it shall be given unto you. ഒന്നാമതായി യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നത് നമുക്ക് ധ്യാനിക്കാം. Unless you pray every day as much as you can, you cannot shine for the glory of God, and you cannot be a true Christian. നിങ്ങൾക്ക് കഴിവിടത്തോളം ഓരോ നാളും ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജയപ്രദമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. If you read Psalm 34 verse 6, സങ്കീർത്തനം 34:6 വായിക്കുമെങ്കിൽ David writes like this. ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: This poor man cried, ഈ എളിയവൻ നിലവിളിച്ചു, and the Lord heard him യഹോവ അവനെ കേട്ടു, and saved him out of all his troubles. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. What is our faith? എന്താണ് നമ്മുടെ വിശ്വാസം? Cry before the Lord. ദൈവസന്നിധിയിൽ കരയണം, We pray unto him. ദൈവത്തോട് പ്രാർത്ഥിക്കണം. Then we believe പിന്നെ നാം വിശ്വസിക്കുമ്പോൾ that God hears our cries നമ്മുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ and removes all the problems from our lives. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം എല്ലാ പ്രശ്നങ്ങളെയും എടുത്തു മാറ്റുന്നു. This is what asking. ഇതാണ് യാചിപ്പിൻ എന്നതിന്റെ അർത്ഥം. Very simple thing. വളരെ ലളിതമായ കാര്യം, That it has got lot of blessings in that. എന്നാൽ അതിൽ ധാരാളം അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. Cling on to him. ദൈവത്തെ മുറുകെ പിടിക്കണം. I am crying. ഞാൻ കരയുന്നു, I am crying to the great Lord. വലിയവനായ ദൈവത്തിന്റെ സന്നിധി ഞാൻ കരയുന്നു. He will hear my cry. ദൈവം എന്റെ പ്രാർത്ഥനകൾ കേൾക്കും. And surely I will receive God's blessing. നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭ്യമാകും. This is asking. കർത്താവ് പറയുന്നു, യാചിപ്പീൻ. And Psalm 65 verse 2 says, സങ്കീർത്തനം 65:2 പറഞ്ഞിരിക്കുന്നു: God is a prayer answering God. ദൈവം പ്രാർത്ഥന ഉത്തരം നൽകുന്ന ദൈവമാകുന്നു. He will hear all your cry. നിങ്ങളുടെ കരച്ചിലെല്ലാം ദൈവം കേൾക്കും. When you cry unto him, നാം ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ, or when you ask him, അല്ല കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, he'll come straight to you. നേരിട്ട് ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. Hear all your cry. നിങ്ങളുടെ കരച്ചിലെല്ലാം ദൈവം കേൾക്കും. And he'll say, പിന്നെ ദൈവം my പറയും, daughter, എന്റെ മകളെ, my son, എന്റെ മകനെ, I heard your cry. നിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. I'll give you what all you need. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. You pray all the cry of yours. നിങ്ങളുടെ കരച്ചിലോ പ്രാർത്ഥനയും അപേക്ഷയും വരണം. And if you read Hebrews chapter 5 verse 7, എബ്രായർ 5:7 നിങ്ങൾ വായിക്കുമെങ്കിൽ, Lord Jesus himself cried before the Father as we have to follow his example. കർത്താവ് ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ചതുപോലെ നാം ദൈവത്തിന്റെ യേശുവിന്റെ മാതൃക പിന്തുടരണം. If you read 1 Peter chapter 2 verse 21, 1 പത്രോസ് 2:21 നിങ്ങൾ വായിക്കുമെങ്കിൽ, it says അവിടെ പറയുന്നു, we have to follow the footsteps of Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽ ചുവടുകൾ നാം പിന്തുടരണം. As how he was walking, യേശു എങ്ങനെ നടന്നുവോ we have to follow his footsteps. യേശുവിന്റെ കാൽ ചുവടുകൾ നാം പിന്തുടരണം. How he prayed, എങ്ങനെ യേശു പ്രാർത്ഥിച്ചു, how he showed love to the people, എങ്ങനെ ജനങ്ങളോട് യേശു സ്നേഹം പ്രകടിപ്പിച്ചു, how he had communication with his Father. തന്റെ പിതാവിനോട് എങ്ങനെ യേശു കർത്താവ് ആശയവിനിമയം ചെയ്തു. All these things we can learn from the Bible. ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. We have to read the word of God. നാം ദൈവത്തിന്റെ വചനം വായിക്കണം. Young people, യുവജനങ്ങളെ, make up your mind. നിങ്ങളുടെ മനസ്സുകൾ ധൈര്യപ്പെടുത്തുക. When you are very young, നിങ്ങൾ വളരെ യുവത്വത്തിലായിരിക്കുമ്പോൾ that is the high time to seek God. ആ സന്ദർഭത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. So the Lord Jesus, before he was crucified, he cried unto his Father. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചു. Word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, he had offered up prayers and supplications യേശു കർത്താവോ അപേക്ഷകളും പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചു. with strong crying. വളരെ നിലവിളിയോടും കരച്ചിലോടും With കൂടെ, strong crying നിലവിളിയോടും കരച്ചിലോടും കൂടെ, and with tears, കണ്ണുനീരോടുകൂടെ, unto him who was able to save him from death. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തോട് അപേക്ഷിച്ചു. When he prayed like that, അത്തരത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ, or when he asked the divine Father what to do, എന്തു ചെയ്യണം എന്ന് ദിവ്യനായ പിതാവിനോട് യേശു അപേക്ഷിച്ചപ്പോൾ,
What happened? എന്ത് സംഭവിച്ചു? From heaven, സ്വർഗത്തിൽ നിന്ന്, from the heavenly Father, സ്വർഗസ്ഥനായ പിതാവ് he received a strength, യേശുവിന് ശക്തി ലഭ്യമായി. a big strength. വലിയ ശക്തി ലഭിച്ചു. He was strengthened in his body, ശരീരത്തിൽ യേശുവിന് ശക്തി ലഭിച്ചു. strengthened in his spirit, ആത്മാവിൽ ശക്തി ലഭിച്ചു. and he was ready to be crucified. ക്രൂശിക്കപ്പെടാനായി യേശു തന്നെ തന്നെ ഒരുക്കി. Disciples could not stand. ശിഷ്യന്മാർക്ക് നിലകൊള്ളാൻ കഴിഞ്ഞില്ല. He ran away from that place. അവർ അവിടുന്ന് ഓടിപ്പോയി കളഞ്ഞു. Do you know why? എന്തുകൊണ്ടെന്നറിയുമോ? They were sleeping. അവർ ഉറങ്ങിയിരിക്കുകയായിരുന്നു. Sleeping. അവർ ഉറങ്ങുന്നു, Sleeping. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. Are you a sleeping Christian? ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഉറങ്ങുന്ന ക്രിസ്ത്യാനികളോ? All the time sleeping till 8 o'clock. എല്ലായ്പ്പോഴും 8 മണി വരെ ഉറങ്ങി കഴിയുന്നവരോ? If you want to follow the Lord carefully, ശ്രദ്ധയോടുകൂടി യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കണമെങ്കിൽ, if you want whatever you ask, it should be granted. You have to rise up early in the morning every day. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ അതിരാവിലെ എഴുന്നേൽക്കണം. Because the Lord Jesus Christ asked the Lord to deliver him from the fear of death. കാരണം എന്തെന്നാൽ മരണഭീതിയിൽ നിന്നും തന്നെ തന്നെ വിടുവിക്കേണ്ടതിനു വേണ്ടി യേശു പിതാവിനോട് അപേക്ഷിച്ചു. From the problems he had to face during the time he'll be crucified. ക്രൂശിക്കപ്പെടുന്ന വേളയിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും വേദനയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി യേശു അപേക്ഷിച്ചു. John 16:33 says, യോഹന്നാൻ 16:33 പറഞ്ഞിരിക്കുന്നു, he overcame all the sufferings and agony of this world. ഈ ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും വേദനകളും യേശു കർത്താവ് അതിജീവിച്ചു. 1 Corinthians 15:57 says, 1 കൊരിന്ത്യർ 15:57 പറഞ്ഞിരിക്കുന്നു, thanks be unto God who gives us victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന കർത്താവിന് സ്തോത്രം. So we have to ask God. അതുകൊണ്ട് നാം ദൈവത്തോട് അപേക്ഷിക്കണം. You may say, I don't have peace. അയ്യോ, നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് സമാധാനമില്ല, I don't have joy. എനിക്ക് സന്തോഷമില്ല. In my home all the time we are fighting. ഭവനത്തിൽ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. I don't want to face anybody in this world. ഈ ലോകത്തിൽ ആരെയും നേരിടുവാൻ തയ്യാറല്ല. All kinds of problems you may be facing in your house. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനേകം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആയിരിക്കാം. Just like that, there was one family in the Bible days. അതുപോലെ തന്നെ വേദപുസ്തക നാളുകളിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. The man was called Elkanah. ആ മനുഷ്യനെ എൽക്കാന എന്ന് വിളിച്ചിരുന്നു. And he had 2 wives. അവന് 2 ഭാര്യമാരുണ്ടായിരുന്നു. One wife is a problem. ഒരു ഭാര്യ പ്രശ്നക്കാരി ആയിരുന്നു. 2 wives means double problem. എന്നാൽ 2 ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രശ്നമെന്നർത്ഥം. This is what is happening in the world. ഇതാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. No peace. സമാധാനമില്ല. One lady was having lot of children. ഒരു സ്ത്രീക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. Another wife called Hannah had no children. മറ്റേ ഭാര്യ ഹന്നയ്ക്ക് മക്കളെ ഇല്ലായിരുന്നു. So this lady who had many children, all the time she was provoking that sister. അതുകൊണ്ട് ധാരാളം മക്കളുള്ള ആ ഭാര്യ മറ്റേ സഹോദരിയെ എപ്പോഴും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. There was no peace at all. സമാധാനമേ ഇല്ലാതിരുന്നു. That lady Hannah, because she had no children, all the time she was crying, was not taking food at all. ഹന്ന എന്ന സ്ത്രീക്ക് മക്കളില്ലാതിരുന്നാൽ ആഹാരം പോലും കഴിക്കാതെ എപ്പോഴും കരഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. And the man Elkanah, his husband, loved her so much. അവളുടെ ഭർത്താവ് എൽക്കാനയോ അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. So he was very sad. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. Oh, I love my wife so much. അയ്യോ, എൻ്റെ ഭാര്യ ഞാൻ വളരെ സ്നേഹിക്കുന്നു, but she is not at all taking food. അവൾ ആഹാരം പോലും കഴിക്കുന്നില്ല. He was worried. അവന് മനോഭാരമുണ്ടായി. Likewise, so many problems in the home, isn't it? അതുപോലെ നമ്മുടെ ഭവനത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയല്ലേ? Even today you might have come bringing lot of problems in the family. ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ അനേകം പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. Or in your working place. അല്ല, നിങ്ങളുടെ പ്രവൃത്തി സ്ഥലത്തെ പ്രശ്നങ്ങളുമായി വന്നിരിക്കുന്നത്. How they asked and received God's blessing. എങ്ങനെയാണ് അവർ കർത്താവിനോട് അപേക്ഷിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചത്? There is a beautiful verse in the Bible. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വേദവാക്യമുണ്ട്, which we read in Philippians chapter 2 verse 13. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം ആകുന്നു അത്. It is God who works in you both to will and to do. Good. Both to do and to will. That's enough. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
It says God himself will put a thirst in your heart അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കും എന്നാകുന്നു. to fulfill God's will. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ. Hannah was filled with God's will. അതുകൊണ്ട് ഹന്നയ്ക്ക് ദൈവഹിതം കൊണ്ട് സമ്പൂർണ്ണമായി നിറയപ്പെട്ടവളായി തീർന്നു. What was God's will? എന്തായിരുന്നു ദൈവഹിതം? She went straight to the presence of God. അവൾ നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. She went into the temple. അവൾ ദൈവാലയത്തിലേക്ക് പോയി. She felt the presence of God in a marvelous way. വിസ്മയകരമായ ദൈവസാന്നിധ്യം അവൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. She knelt down അവൾ മുട്ടുകുത്തി, and cried out. അവൾ കരഞ്ഞു വിലപിച്ചു, Cried unto the Lord. അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. First Samuel chapter 1 verse 15 says, 1 ശമൂവേൽ 15-ാം അധ്യായം ഇപ്രകാരം she പറഞ്ഞിരിക്കുന്നു, poured out all her agony before the Lord ദൈവസന്നിധിയിൽ അവളുടെ വേദനകളെല്ലാം അവൾ നിരത്തി വെച്ച ശേഷം and asked the Lord to fill her heart and her home with peace. സമാധാനം കൊണ്ട് അവൾ ഹൃദയത്തെയും അവളുടെ ഭവനത്തെ നിറയ്ക്കുവാൻ അവൾ അപേക്ഷിച്ചു. That's what you and I have to do. അതാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടത്. My sisters, my brothers. എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, She asked the Lord, അവൾ ദൈവത്തോട് അപേക്ഷിച്ചു. I don't know what to do. എനിക്കെന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. Some more other. എങ്ങനെയെങ്കിലും Hear my cry. ദൈവം കരച്ചിൽ കേട്ടു. She was crying unto the Lord. അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചുകൊണ്ടിരുന്നു. My precious children of God, എന്റെ വിലയേറിയ let's ദേവദാസന്മാരെ, learn one thing. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. Whenever you have some problem in your home നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, or in your life, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, I don't have a child, അയ്യോ എനിക്ക് കുഞ്ഞുങ്ങളില്ല, I am not getting married at the right time, തക്ക സമയത്ത് എനിക്ക് വിവാഹം നടക്കുന്നില്ല, I am not getting a job, എനിക്ക് ഉദ്യോഗം ലഭിക്കുന്നില്ല, so many problems are there. അനേകം പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ. What you have to do? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Just like this Hannah, ഈ ഹന്നായെ പോലെ go to the presence of God. ദൈവസന്നിധിയിലേക്ക് പോകുവിൻ. Maybe in your own home, നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ പോലും go to a corner ഒരു മൂലയിലേക്ക് നിങ്ങൾ പോകുവിൻ. and cry out to the Lord. ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുവിൻ. Lord, കർത്താവേ, I don't have this blessing, എനിക്ക് ഈ അനുഗ്രഹമില്ല, I don't have this need. എനിക്ക് ഈ ആവശ്യം നിറവേറിയിട്ടില്ല. Unless you give me that need, give me that blessing, I will not leave you. ദൈവമേ, അങ്ങ് ആ അനുഗ്രഹം തരാതെ ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല. Keep this in your mind always. എല്ലായ്പ്പോഴും ഇക്കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവിൻ. This is what you have to do. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Without doing that, അത് ചെയ്യാതെ don't go this side and that side and see whom I can meet, whom can deliver me, and all sorts of things. Don't have all those things. ആ ഭാഗത്തും ഈ ഭാഗത്തും ഓടി നടന്നിട്ട് അയ്യോ ആര് എന്നെ വിടുവിക്കും എന്ന ചിന്താഭാരത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട. Keep this in your mind. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ. It's a very simple thing. ഇത് വളരെ ലളിതമായ കാര്യം. Whenever problem comes, എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ വരുന്നുവോ, whenever you miss some goodness or good things in your life, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നന്മ നിങ്ങൾക്ക് നഷ്ടമാകുന്ന വേളകളിൽ kneel down where you are. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ മുട്ടുകുത്തുവിൻ. If you have problem in your home, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ you and your wife and children gather together. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പിൻ. Look unto God. നിങ്ങൾ ഹൃദയം ഒരുമിപ്പിൻ. Look unto God. ദൈവത്തെങ്കിലേക്ക് Look നോക്കുവിൻ. unto God. ദൈവത്തെങ്കിലേക്ക് നോക്കുവിൻ. And start crying ദൈവത്തോട് കരഞ്ഞപേക്ഷിപ്പിൻ. or asking. അല്ലെങ്കിൽ യാചിപ്പിൻ. Go on asking. തുടർന്ന് യാചിപ്പിൻ. This is not a simple thing. ഇത് ലളിതമായ കാര്യമല്ല. So you have to learn a lesson. അതുകൊണ്ട് നിങ്ങളൊരു പാഠം പഠിക്കണം. You have some problem in your family, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ don't start crying, നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. but kneel down. മുട്ടുകുത്തുവിൻ. It's a family. ഒരു കുടുംബസമേതം മുട്ടുകുത്തുവിൻ. And seek God with all your heart. ഹൃദയംഗവുമായ ദൈവത്തെ അന്വേഷിപ്പിൻ. And secondly, അവസാനമായി what does the word of God says? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? Seek and you shall find. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. How to seek? എങ്ങനെയാണ് അന്വേഷിക്കുക? Read Jeremiah 29 verse 13. യിരെമ്യാവ് 29:13 വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ, And you shall seek me and find me when you search me with all your heart. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. David was a man all the time. He was seeking hard. എല്ലായ്പ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനായിരുന്നു ദാവീദ്. And Psalm 16:8 he says, സങ്കീർത്തനം 16:8 ദാവീദ് പറയുന്നു, I have the Lord always before me. എല്ലായ്പ്പോഴും ഞാൻ ദൈവത്തെ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. Young girls, യുവതിയായ പെൺകുട്ടികളെ, young men, പുരുഷന്മാരെ, യൗവനക്കാരെ, are you having the same experience? ഇതേ അനുഭവം നിങ്ങൾക്കുണ്ടോ? Are you having somebody, a girl or a boy before you all the time? അതോ എല്ലായ്പ്പോഴും ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ?
This is a wretched ഇത് world, വളരെ വികലമായൊരു ലോകമാണ്. sinful world, പാപമംഗലമായ ലോകം, unholy world. അശുദ്ധമായ ലോകം. Young people are spoiling their lives like that. യൗവനക്കാർ തങ്ങളുടെ ജീവിതങ്ങളെയൊക്കെയും അങ്ങനെ നശിപ്പിക്കുന്നു. See, David, he was a young man. ദാവീദ് യൗവനക്കാരൻ ആയിരുന്നു. Joseph was a young man. യോസെഫ് യൗവനക്കാരൻ ആയിരുന്നു. Esther was a young girl. എസ്തർ യുവതിയായിരുന്നു. What did they do? എന്താണ് അവർ ചെയ്തത്? They sought God diligently. അവൾ ദൈവത്തെ വളരെ വ്യക്തമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. And David writes in Psalm 34 verse 10, സങ്കീർത്തനം 34:10 ദാവീദ് എഴുതുന്നു, they that seek the Lord shall not lack in any good thing. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. You will not lack any good thing. നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് ഉണ്ടാകുകയില്ല. Studies, നിങ്ങളുടെ പഠനം, because you seek God diligently, നിങ്ങൾ ശ്രദ്ധയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്ന മുഖാന്തരമായി from nothing you can come to the top. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഉന്നതികളിൽ എത്തിച്ചേരുവാൻ കഴിയും. Every year we used to have prayer for the exam going children. ഓരോ വർഷവും പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ യോഗങ്ങൾ നടത്താറുണ്ട്. Girls and boys used to come and give the testimonies. ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ അനുഭവ സാക്ഷ്യം പങ്കിടാറുണ്ട്. One girl, maybe she will be 19 or 20 like that. ഏകദേശം 19-20 പ്രായമുള്ള ഒരു പെൺകുട്ടി She came and testified. അവൾ വന്ന് സാക്ഷ്യം പറഞ്ഞു. What did she say, you know? എന്താണ് അവൾ പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? She said, I was very weak in maths. അവൾ പറഞ്ഞു, ഗണിതശാസ്ത്രത്തിൽ ഞാൻ വളരെ ബലഹീന ആയിരുന്നു. How many of you are weak in maths? നിങ്ങൾ എത്ര പേരാണ് മാത്തമാറ്റിക്സിൽ വളരെ ബലഹീനത? I cannot see your hand now. നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുമോ? Anyhow, she was getting only 0 out of 200. ഏതായാലും ശരി, അവൾക്ക് 200-ൽ 0 മാർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. All her lecturers said, you better leave the school. അധ്യാപകന്മാരെല്ലാം അവളോട് പറഞ്ഞു, ഈ സ്കൂൾ നീ വിട്ടു പോയാൽ മതി. You surely fail. നിശ്ചയമായി നീ തോറ്റുപോകും. Our school will get a bad name. ഞങ്ങളുടെ സ്കൂളിന് ദുർവർത്തമാനം ലഭിക്കാനിടയായി തീരുകയും And his father said, എന്നാൽ അവളുടെ പിതാവ് പറഞ്ഞു, I won't pay anything for the future education. എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഒന്നും നൽകുകയില്ല. You will never go to higher standards. നീ ഉന്നത നിലവാരത്തിലേക്ക് പോകുകയില്ല. This girl, you know what she did? ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയുമോ? She felt very sad. അവൾക്ക് വളരെയധികം സങ്കടം തോന്നി. She went into the room. അവൾ മുറിയിലേക്ക് പ്രവേശിച്ചു. Knelt down before the Lord. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി. And she sought him diligently. വളരെ ശ്രദ്ധയോടുകൂടി ദൈവത്തെ അവൾ അന്വേഷിച്ചു. Cried unto him. അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. Do something, Father. പിതാവേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. I cannot do anything. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. But you said, എന്നാൽ പിതാവ് പറഞ്ഞു, if you seek me, നീ എന്നെ അന്വേഷിച്ചല്ലോ, you shall find me. നീ എന്നെ കണ്ടെത്തും. I don't know what you will do. നീ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. Give me your wisdom. എനിക്ക് അങ്ങയുടെ ജ്ഞാനം Give me പകരണമേ. your knowledge. അങ്ങയുടെ അറിവ് തരണമേ. Give me your memory power. എനിക്ക് ഓർമ്മശക്തി നൽകണമേ. Let me get good marks. ಒಳ್ಳೆ ಅಂಕಗಳನ್ನು Forthcoming examination. വരാനിരിക്കുന്ന പരീക്ഷകളിൽ നല്ല മാർക്ക് ഞാൻ നേടട്ടെ. And she had a strength from the Lord. കർത്താവിൽ നിന്ന് അവൾക്ക് വലിയ ശക്തി ലഭിച്ചു. I am an useless person as usual. നിശ്ചയമായും സാധാരണഗതിയിൽ ഞാൻ ഉപയോഗമില്ലാത്ത പാത്രം. Because I am taking Jesus into my heart. എന്റെ ഹൃദയത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന മുഖാന്തരമായി. And I am having him along with me. എന്നോട് ചേർന്ന് യേശു ഉള്ളതിനാൽ He will help me. യേശു എന്നെ സഹായിക്കും. This is faith. ഇതാണ് വിശ്വാസം. Young people, you must have this faith. യുവജനങ്ങളെ, ഈ വിശ്വാസം നിങ്ങൾ You ആർജിക്കണം. may be very low in your status. നിങ്ങളുടെ നിലയിൽ നിങ്ങൾ വളരെ താഴ്ന്ന നിലയിലായിരിക്കാം. In your job. നമ്മുടെ ഉദ്യോഗത്തിൽ So many exams I have written. ധാരാളം പരീക്ഷകൾ ഞാൻ എഴുതി. I could not pass. എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. But the Lord, if you look unto the Lord, എന്നാൽ നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുമെങ്കിൽ, seek him with all your heart. ഹൃദയംഗമായി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ, God will hear your cry. ദൈവം നിങ്ങളുടെ കരച്ചിൽ കേൾക്കും. He shall find you. ദൈവം നിങ്ങളെ കണ്ടെത്തും. He will give you all his abundant blessing. ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും. And the girl said, ആ പെൺകുട്ടി പറഞ്ഞു, that exam came. അവളുടെ പരീക്ഷ വന്നു. I wrote all the exam. അവൾ എല്ലാ പരീക്ഷയും എഴുതി. Results came. ഫലം വന്നു. I got 200 out of 200 in maths. എനിക്ക് ഗണിതശാസ്ത്രത്തിൽ 200-ൽ 200 മാർക്ക് ലഭിക്കുകയും ചെയ്തു. What a great miracle it was. അതെത്ര വലിയ അത്ഭുതമായിരുന്നു. Person who had only 0 got 200 marks. 0 മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് 200 മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു. In the Bible we read about a lady called Esther. എസ്തർ എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. She was Queen Esther. അവളുടെ പേരോ രാജ്ഞിയായ എസ്തർ. Her husband Ahasuerus
was reigning 127 provinces from India to Ethiopia. ഭാരതം തുടങ്ങി എത്യോപ്യ വരെ 127 പ്രവിശ്യകളുടെ അധിപനായിരുന്നു അഹശ്വേരോഷ് എന്ന അവളുടെ ഭർത്താവായ രാജാവ്. Such a great king's wife. അത്ര വലിയ രാജാവിന്റെ ഭാര്യ. Do you know why? എന്തുകൊണ്ടെന്നറിയുമോ? Why she became the king or queen? എന്തുകൊണ്ട് അവൾ രാജ്ഞിയായി തീർന്നറിയുമോ? Because of her beauty. അവളുടെ സൗന്ദര്യം കാരണമായി. She was a very beautiful woman. അവൾ വളരെ സുന്ദരിയായ സ്ത്രീയായിരുന്നു. Because of her extraordinary beauty, she became the queen. അനധിസാധാരണമായ അവളുടെ സൗന്ദര്യം കൊണ്ട് അവൾ രാജ്ഞിയായി തീർന്നു. I'm not going to tell this whole story. ആ കഥ മുഴുവൻ ഞാൻ പറയാൻ തുടങ്ങുന്നില്ല. In the beginning it was all right, and after some time she had to face a problem. ആരംഭത്തിൽ എല്ലാം സുഗമമായിരുന്നെങ്കിലും അല്പകാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. She was a Jewish woman. അവൾ യഹൂദ സ്ത്രീ ആയിരുന്നു. And there was a man called Haman. ഹാമാൻ എന്ന പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു. That Haman disliked Jewish people. യഹൂദന്മാരെ ഹാമാൻ വളരെ വെറുത്തിരുന്നു. Because of one person, ഒരു മനുഷ്യൻ കാരണമായി he wanted to destroy the whole Jewish people. യഹൂദന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ അവൻ തീരുമാനമെടുത്തു. He got the permission from the king in a cunning way. വളരെയധികം സൂത്രശാലിയായ മനുഷ്യൻ രാജാവിൽ നിന്ന് അതിന് അനുമതി നേടിയെടുത്തു. And he arranged a particular day. അവനൊരു പ്രത്യേക ദിവസം നിശ്ചയിച്ചു. And that day all Jews will be destroyed. ആ ദിവസത്തിൽ എല്ലാ യഹൂദന്മാരും നശിപ്പിക്കപ്പെടുമായിരുന്നു. And Esther's uncle Mordecai heard about them. എസ്തറിന്റെ അങ്കിളായ മൊർദെഖായി ഇത് കേട്ട് അറിയാൻ ഇടയായി തീർന്നു. And he told Esther, you also a Jewish person. അവൻ എസ്തറിനോട് വന്ന് പറഞ്ഞു, നീയും യഹൂദ സ്ത്രീ ആകുന്നുവല്ലോ. And if he is going to kill Jewish people, you will also be killed. ഹാമാൻ യഹൂദന്മാരെല്ലാം കൊന്നൊടുക്കിയാൽ നീയും മരിക്കുവാൻ ഇടയായി തീരും. Do something about it. അതിനെക്കുറിച്ച് എന്തെങ്കിലും നീ ചെയ്യണം. Nobody else can do anything. മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Speak to the king. രാജാവിനോട് സംസാരിക്കൂ. But she said, എന്നാൽ അവൾ പറഞ്ഞു, unless the king call me, I cannot go. That's a law. നിയമം ഇങ്ങനെയാകുന്നു, രാജാവ് എന്നെ വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല എങ്കിൽ എനിക്ക് പോകാൻ കഴിയുകയില്ല. But she said one thing. എന്നാൽ അവൾ ഒരു കാര്യം പറഞ്ഞു, I cannot go before him unless he calls me. That's true. രാജാവ് എന്നെ വിളിക്കാതെ എനിക്ക് രാജാവിന്റെ സന്നിധിയിൽ പോകാൻ കഴിയില്ല, അത് വാസ്തവം തന്നെ. But God whom I believe can do a miracle. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. Let me believe my Father. എന്റെ പിതാവിനെ ഞാൻ വിശ്വസിക്കട്ടെ. All of us, all Jews gather together as with one accord we look unto the Lord. എല്ലാ യഹൂദന്മാരും നാം എല്ലാവരും ഒരുമിച്ച് ഒരു മനപ്പെട്ട ദൈവത്തിങ്കിലേക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമെന്ന് പറഞ്ഞു. 3 days and 3 nights we will pray with fasting. 3 ദിവസം രാപ്പകൽ ഉപവാസത്തോടെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കും. All pray. അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവത്തിങ്കിലേക്ക് കരഞ്ഞപേക്ഷിച്ചു. Sought the Lord diligently. വളരെ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ചു. God heard their cry. ദൈവം അവരുടെ കരച്ചിൽ കേട്ടു. There was no problem when she went to meet the king. രാജാവിനെ കാണാനായി അവൾ പുറപ്പെട്ടു പോയപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. Cut the story short. ആ കഥ ചുരുക്കി പറഞ്ഞാൽ, man Haman was killed instead of Jewish people. യഹൂദന്മാർക്ക് പകരമായി ഹാമാൻ കൊല്ലപ്പെട്ടു. And his family also was destroyed. അവന്റെ കുടുംബവും നശിക്കുവാനിടയായി. All the Jewish people were saved. എല്ലാ യഹൂദന്മാരും രക്ഷ പ്രാപിച്ചു. Yes, is it not a marvelous അതെ, miracle? അത് അത്ഭുതകരമായ ഒരു വിസ്മയമല്ല. Will it not happen to you? അത് നിങ്ങൾക്കും സംഭവിക്കും. It will happen to you or not? അത് നിങ്ങൾക്ക് സംഭവിക്കുമോ ഇല്ലയോ? Shout. ഉച്ചത്തിൽ പറയുവിൻ. It will happen to you also. അത് നിങ്ങൾക്കും സംഭവിക്കും. In my life, എന്റെ ജീവിതത്തിൽ myself and my husband, both of us brought our little boy. ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ മകനെ വളർത്തിക്കൊണ്ടിരുന്നു. Paul Dinakaran, when he was very young. പോൾ ദിനകരൻ വളരെ യുവത്വത്തിൽ ആയിരുന്നപ്പോൾ. And we used to teach him godly lessons. ദൈവിക പാഠങ്ങളൊക്കെയും ഞങ്ങൾ അവനെ പഠിപ്പിക്കുമായിരുന്നു. But Satan was watching on the other side. എന്നാൽ മറുഭാഗത്ത് സാത്താൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. One day or other he will become a godly boy. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റു ദിവസം അവന് ദൈവികനായൊരു മകനായി തീരും. I should not leave him to grow in that way. ആ വഴിക്ക് അവൻ വളർന്നു വരാൻ പാടില്ല.
Now itself I had to catch him. ഇപ്പോൾ തന്നെ ഞാൻ അവനെ പിടികൂടിയേ മതിയാകുള്ളൂ. So through friends he was spoiled. അതുകൊണ്ട് സ്നേഹിതൻ മുഖാന്തരമായി അവൻ നശിപ്പിക്കപ്പെടാനിടയായി തീർന്നു. From 7th standard onward, he was going away from the Lord slowly. 7ാം ക്ലാസ് തുടങ്ങി വളരെ സാവകാശമായി അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. He did many things. അവൻ ധാരാളം കാര്യങ്ങൾ പ്രാപിച്ചു, Showed him love. ധാരാളം സ്നേഹം ലഭിച്ചു, Taught him good things. നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. He became a ruffian. അവന് ഒരു പരുക്കൻ മനുഷ്യനായി തീർന്നു. As I was praying all the time for him, അവന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വേളയിലെല്ലാം he'll come and stand before me അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കും, and ask me, എന്നോട് ചോദിക്കും, are you going to pray and set right my life? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തെയൊക്കെ നേരെയാക്കാൻ പോകുകയാണോ അമ്മേ? Nothing can be done. ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. No, I will not turn that side at all. ഇല്ലില്ല, ഞാൻ ആ വഴിക്ക് തിരിയുകയേ ഇല്ല. I used to tell him, ഞാൻ അവനോട് പറയുമായിരുന്നു, you will not do that, my son. എന്റെ മോനെ, നീ അങ്ങനെ ചെയ്യില്ലല്ലോ. But God will do that. ദൈവം അത് ചെയ്യും. And he'll say, let us see. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. And he'll say, let us see. അവൻ പറയും, നമുക്ക് നോക്കാം, Who wins finally. അവസാനമായി ആരാണ് വിജയിക്കുന്നത് നോക്കാം എന്നവൻ പറഞ്ഞു. I told my husband, ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, nothing can change him. അവനെ ഒന്നിനും മാറ്റുവാൻ കഴിയുകയില്ല. We have given him nice beatings, അദ്ദേഹം ധാരാളം അടികൾ കൊടുക്കും, nice food, നല്ല ആഹാരം കൊടുക്കും, everything with all love. എല്ലാം സ്നേഹത്തോടുകൂടി നൽകും. He's going away from the Lord. എങ്കിലും അവൻ കർത്താവിന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. Let me go to a new place. ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് പോകട്ടെ. From morning 10 o'clock to 6 o'clock. പ്രഭാതം 10 തുടങ്ങി വൈകുന്നേരം 6 വരെ Let me cry unto the Lord. ഞാൻ ദൈവത്തോട് Very കരഞ്ഞപേക്ഷിക്കട്ടെ, fasting. ഉപവാസത്തോടിരിക്കട്ടെ. So first time the Tuesday I went to a home. അതുകൊണ്ട് ഞാൻ ഒരു ഭവനത്തിലേക്ക് ഒരു ചൊവ്വാഴ്ച ദിവസം കടന്നുപോയി. That was my sister's place. അതെന്റെ സഹോദരിയുടെ ഭവനമായിരുന്നു. From morning 10 to 6 I was crying unto the Lord. പ്രഭാതത്തിൽ 10 മണി മുതൽ വൈകുന്നേരം 6 വരെ ദൈവത്തോട് Not കരഞ്ഞപേക്ഷിച്ചു. even a drop of water entered into my body. എന്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പ്രവേശിച്ചില്ല. I cried unto the Lord. ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. And read the word of God. ദൈവത്തിന്റെ വചനം ഞാൻ വായിച്ചു. Faith entered into my heart. വിശ്വാസം എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് And I വന്നു. claimed God's promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിച്ചു. Finally, അവസാനമായി I thank God. ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. You are going to deliver my son. ആരാണ് എന്റെ മകനെ You വിടുവിക്കുന്നത്? will not leave him in the hands of Satan. ദൈവമേ, സാത്താന്റെ കരങ്ങൾ അവനെ വിട്ടുകളയരുതേ. And when it came away from that room, ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ 1 week passed, ഒരാഴ്ച കഴിഞ്ഞു, 2 weeks passed, 2 ആഴ്ചകൾ 3 പിന്നിട്ടു, weeks passed. 3 ആഴ്ചകൾ കഴിഞ്ഞു. There we had a meeting for all the people who are united in our ministry. ഞങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഒരു യോഗം നടത്തപ്പെട്ടു. That time there were only 28 people. ആ സന്ദർഭത്തിൽ 28 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. That was the first power ministry. അത് ആദ്യത്തെ ശക്തി ശുശ്രൂഷ വേള ആയിരുന്നു. All were saved. എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ടു. All received the Holy Spirit. എല്ലാവർക്കും പരിശുദ്ധാത്മദാനം ലഭിച്ചു. But my son never received the salvation or the power of God, nothing. എന്നാൽ എൻ്റെ മകനോ രക്ഷയോ ദൈവശക്തിയോ ഒന്നും തന്നെ പ്രാപിച്ചില്ല. And we made him sit in the first row. മുൻനിരയിൽ തന്നെ അവനെ ഇരിക്കാനായി ഞങ്ങൾ ആവശ്യപ്പെട്ടു. And I was sitting in the same bench, the last person. അതേ ബെഞ്ചിൽ തന്നെ അറ്റത്ത് ഞാനും ഇരിപ്പുണ്ടായിരുന്നു. Because if I touch him, കാരണം ഞാൻ അവനെ തൊട്ടു കഴിഞ്ഞാൽ he will run away from that place. ആ സ്ഥലത്ത് നിന്ന് ഓടിക്കളയും. So I put my hand behind him without his knowledge. അതുകൊണ്ട് ഞാൻ എൻ്റെ കരം അവന്റെ പുറകിൽ അവൻ അറിയാതെ തന്നെ വെച്ച് Behind him, അവന്റെ പിന്നിൽ my great father-in-law was there. എൻ്റെ അമ്മായിയപ്പൻ അദ്ദേഹം ഉണ്ടായിരുന്നു. He was a man of prayer. അദ്ദേഹം പ്രാർത്ഥനാ മനുഷ്യൻ. He was praying. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. Both of us were praying. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. God heard the cry. ദൈവം ആ കരച്ചിൽ കേട്ടു. God heard the cry. ദൈവം ആ കരച്ചിൽ You കേട്ടു. mother, are you crying for your child? പിതാവേ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. You wife, are you crying for your husband? ഭാര്യയെ, നിങ്ങൾ ഭർത്താവിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. Today the Lord will hear your cry. ഇന്ന് കർത്താവ് നിങ്ങളുടെ കരച്ചിൽ കേൾക്കും. Lord heard my cry that day. ആ ദിവസം കർത്താവിന്റെ കരച്ചിൽ കേട്ടു. He heard the voice of God through the servant of God, his own father. ദൈവദാസനായ തന്റെ സ്വന്തം പിതാവിൽ നിന്ന് അവൻ ദൈവവചനം കേൾക്കുവാനിടയായി. He was broken inside. അവൻ ഹൃദയാന്തർഭാഗം തകർന്നു പോയി. He cried and cried. അവൻ കരഞ്ഞ് അപേക്ഷിച്ചു, Father, forgive me. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. Oh, it was a great miracle. ഓ, അത് വലിയ അത്ഭുതമായിരുന്നു. Friends have gone. സ്നേഹിതന്മാരെല്ലാം വിട്ടുപോയി. World has gone. ലോകം വിട്ടുപോയി. Throw away everything. അവനെല്ലാം വലിച്ചെറിഞ്ഞു. And he was clinging on to God and God alone. അവൻ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചു.
What a mighty God we serve. നാം സേവിക്കുന്ന ദൈവം എത്ര സർവശക്തനായ ദൈവം. So you have to learn a lesson. അതുകൊണ്ട് നിങ്ങളൊരു പാഠം പഠിക്കണം. You have some problem in your family? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ Don't start crying. നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. But kneel down. മുട്ടുകുത്തുവിൻ. As a family. ഒരു കുടുംബസമേതം മുട്ടുകുത്തുവിൻ. Seek God with all your heart. ഹൃദയംഗമായ ദൈവത്തെ അന്വേഷിപ്പിൻ. And finally, അവസാനമായി it says, knock and it shall be opened. അവിടെ പറഞ്ഞിരിക്കുന്നു മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. And knocking means what? മുട്ടുക എന്നാൽ അർത്ഥം എന്താകുന്നു? Waiting at the feet of God and asking the Lord to open the door. കർത്താവിന്റെ പാദപീഠങ്ങളിൽ കാത്തിരുന്നുകൊണ്ട് വാതിൽ തുറക്കേണ്ടതിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുക എന്നാണ്. Psalm 27:14 says, സങ്കീർത്തനം 27:14 പറഞ്ഞിരിക്കുന്നു, wait on the Lord. യഹോവയിൽ കാത്തിരിപ്പീൻ. God's people, ദൈവമക്കളെ, what you should do? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Wait on the Lord. യഹോവയിൽ പ്രത്യാശ വെക്കണം. You are going to wait and knock the door of heaven. നിങ്ങൾ കാത്തിരുന്ന് വാതിൽക്കൽ മുട്ടാൻ പോകുന്നു. In the Bible we read about a man called Cornelius. വേദപുസ്തകത്തിൽ കൊർന്നേലിയസ് എന്ന പേരിൽ ഒരു മനുഷ്യനെ കുറിച്ച് നാം He was വായിക്കുന്നു. not a Jewish person. അവൻ യഹൂദൻ അല്ലായിരുന്നു. He was a Gentile. അവൻ ജാതീയ മനുഷ്യനായിരുന്നു. Normally Jewish people will not mix up with Gentiles. സാധാരണഗതിയിൽ യഹൂദന്മാർ ജാതികളുമായി ബന്ധപ്പെടില്ലായിരുന്നു. But this man was a different person. എന്നാൽ ഈ മനുഷ്യന് വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. If you read Acts 10:2, പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ he was a devout man. അവൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. He had the fear of God. അവന് ദൈവഭയം ഉണ്ടായിരുന്നു. Not only he, along with his family, had the fear of God. അവൻ മാത്രമല്ല, അവൻ കുടുംബസമേതം ഭക്തിയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു. He was always looking unto the Lord, അവൻ എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. knocking the door of heaven സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെ അവൻ മുട്ടിക്കൊണ്ടിരുന്നു. all the time. എല്ലായ്പ്പോഴും Knocking and knocking and knocking. അവൻ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു. Father, I am going through this painful path. പിതാവേ, കഠിനമായ ഈ വേദനയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Help me to come out of it. അതിൽ നിന്ന് പുറത്തു വരാൻ എന്നെ സഹായിക്കണം. Knocking at the door. വാതിൽക്കൽ മുട്ടുന്നു. That's what you people have to do. അതാണ് നിങ്ങളും ചെയ്യേണ്ട കാര്യം. God's people have to do. ദൈവജനങ്ങൾ ചെയ്യേണ്ട കാര്യം. And he was very firm to receive God's blessing. ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവൻ വളരെ ഉറപ്പുള്ളവൻ ആയിരുന്നു. The Lord heard his cry. ദൈവം അവന്റെ കരച്ചിൽ കേട്ടു. The Lord heard his cry. കർത്താവ് അവന്റെ കരച്ചിൽ കേട്ടു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. He's all the time putting his ears to hear you. എപ്പോഴും ദൈവം നിങ്ങളെ കേൾക്കാനായി കാത്തിരിക്കുന്നു. Oh my lady, my daughter will speak to me. അയ്യോ, ഈ സ്ത്രീ, ഈ മകൾ എന്നോട് സംസാരിക്കുമല്ലോ. Early morning 5 o'clock she'll get her. പ്രഭാതവേളയിൽ തന്നെ 5 മണിക്കോളം എഴുന്നേൽക്കും. 3 o'clock he will get her. അവന് രാവിലെ എഴുന്നേൽക്കും. Let me go and hear what he says. അവൻ എന്താണ് പറയുന്നത്, ഞാൻ പോയി കേൾക്കട്ടെ. Such a loving father we have. അങ്ങനെയുള്ള സ്നേഹവാനായ ദൈവമാണ് നമുക്കുള്ളത്. And he heard his cry. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. And he did one great thing. ഒരു വലിയ കാര്യം അവന്റെ ജീവിതത്തിൽ നൽകി. He spoke to Peter, അവൻ പത്രോസിനോട് സംസാരിച്ചു. the disciple of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനോട്. Till then he will not mix up with Gentiles. അതുവരെയും അവൻ ജാതികളോട് ഇടപെടുകയോ ചെയ്യില്ലായിരുന്നു. But God showed him എന്നാൽ ദൈവം അവന് കാണിച്ചു കൊടുത്തു with a vision ഒരു ദർശനത്തിലൂടെ that he should not have such problems. അത്തരത്തിൽ ഒരു പ്രശ്നം വെച്ച് പുലർത്തരുത്. And this man Cornelius also was waiting for Peter to come and deliver a message from the Lord. കർത്താവിൽ നിന്ന് ഒരു സന്ദേശം അവൻ അറിയിക്കേണ്ടതിന് വേണ്ടി പത്രോസ് കൊർന്നല്യോസിന്റെ അടുക്കൽ വരും എന്ന് കൊർന്നല്യോസ് കാത്തിരിക്കുകയായിരുന്നു. Peter came പത്രോസ് വന്നു, along with his friends. സ്നേഹിതന്മാരുമായി വന്നു. And Cornelius, കൊർന്നല്യോസോ, I told you, not a Jewish man, ഞാൻ പറഞ്ഞല്ലോ, അവൻ യഹൂദനല്ലായിരുന്നു, but he was a Gentile. അവൻ ജാതിയൻ ആയിരുന്നു. Even then എങ്കിൽ തന്നെയും he sought the Lord. അവൻ ദൈവത്തെ അന്വേഷിച്ചു. He knocked at the door, അവൻ വാതിൽക്കൽ മുട്ടി, waiting for God to help him. ദൈവം അവനെ സഹായിക്കേണ്ടതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. What happened? എന്ത് സംഭവിച്ചു? They were all sitting together. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. He had his friends, തന്റെ സ്നേഹിതന്മാർ കൂടെയുണ്ട്. whole family. കുടുംബസമേതമായിരുന്നു. Maybe 30 people were there. ഏകദേശം 30 പേർ ഉണ്ടായിരുന്നിരിക്കും. Anxiously waiting for Peter to speak to them the word of God. ദൈവത്തിന്റെ വചനം പത്രോസ് സംസാരിക്കേണ്ടതിന് വേണ്ടി ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു. See, the word of God is very, very precious. നോക്കുവിൻ, ദൈവത്തിന്റെ വചനം വളരെ വളരെ വിലയേറിയത്. And through that God will speak to you. അത് മുഖാന്തരമായി ദൈവം നിങ്ങളോടും സംസാരിക്കും. With all thirst of the spiritual things, they were waiting. ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയ ആഗ്രഹത്തോടുകൂടി അവർ കാത്തിരിക്കുകയായിരുന്നു. If you read
Peter says, പത്രോസ് പറയുന്നത് നിങ്ങൾ വായിക്കുമെങ്കിൽ he said in verse 34, 34-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, God is no respecter of persons. ദൈവത്തിന് മുഖപക്ഷമില്ല. Whether he is a non-Christian or a Christian, ഒരു ക്രിസ്ത്യാനിയെങ്കിലും അക്രൈസ്തവനെങ്കിലും, whether he is a Jew or a Gentile, അവൻ യഹൂദനെങ്കിലും ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, whether he is a black man or a white man, അവൻ കറുത്തവനെങ്കിലും വെളുത്തവനെങ്കിലും, God loves everybody. ദൈവം എല്ലാ ആളുകളെയും സ്നേഹിക്കുന്നു. Everyone is his children. എല്ലാ ആളുകളും ദൈവത്തിന്റെ She is മക്കളാകുന്നു. my child. ഞാൻ എന്റെ മകളാകുന്നു, I love her. ഞാൻ അവളെ സ്നേഹിക്കുന്നു. These days, so many non-Christians accept Jesus in a beautiful way. അനേകം അക്രൈസ്തവർ യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. We have to welcome such people. അത്തരത്തിലുള്ള ആളുകളെ നാം സ്വീകരിക്കണം, അവരെ സഹായിക്കണം, Help them in their need. അവരുടെ ആവശ്യത്തിൽ സഹായിക്കണം. He was going on talking and talking. അവനങ്ങനെ സംസാരിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. They all heard the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. Suddenly, a miracle happened. വളരെ പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. The Lord in His great mercy ദൈവം തന്റെ വൻ കരുണയാൽ filled all the people with the power of God, the Spirit of God. എല്ലാ ആളുകളെയും ദൈവശക്തിയാലും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവം നിറച്ചു. All received the power of God. അവരെല്ലാ ആളുകളും ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. They were all started speaking in tongues. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. They are Gentiles. ആ ജാതിയിൽപ്പെട്ട ആളുകൾ, But God without any difference. എന്നാൽ യാതൊരു വ്യത്യാസവും കൂടാ ദൈവമോ Because they knocked the door of heaven അവർ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് മുട്ടിയത് through മുഖാന്തരം, their prayers. അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി Came all the way. എല്ലാ വഴിയിലേക്കും അവർക്ക് Bless വന്നു. everyone. എല്ലാ ആളുകളും അനുഗ്രഹിച്ചു. Everyone. എല്ലാ ആളുകളെയും Everyone received the power of God. എല്ലാ ആളുകളും ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. Completely transformed. സമ്പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. What a great God we have. നമുക്കുള്ള ദൈവം എത്ര വലിയവനായ ദൈവം. Today your home is going to be blessed. ഇന്ന് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. You can bring all your friends. നിങ്ങൾ എല്ലാ സ്നേഹിതരെയും നിങ്ങൾ കൊണ്ടുവരാം. Without any difference. യാതൊരു വ്യത്യാസവുമില്ല. Tell them about Savior. രക്ഷിതാവിനെ കുറിച്ച് നിങ്ങൾ അവരോട് പറയൂ. Savior's love. രക്ഷിതാവിന്റെ സ്നേഹം How they can receive the heaven. എങ്ങനെ അവർക്ക് സ്വർഗം പ്രാപിക്കുവാൻ കഴിയുമെന്ന് പറയും. How they can go to heaven. എങ്ങനെ അവർക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും. Explain everything to them. അവർക്കെല്ലാം വിശദീകരിച്ചു കൊടുപ്പീൻ. Yourself explain your testimony before other people. മറ്റ് ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ സാക്ഷ്യമൊക്കെ നിങ്ങൾ Through വെളിപ്പെടുത്തുവീൻ. that, അത് മുഖാന്തരം God will send His Holy Spirit upon them. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ മേലായി. You need not do anything. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. Just ask the Lord. നിങ്ങൾ കർത്താവിനോട് അപേക്ഷിപ്പീൻ. The whole house will be transformed. ഭവനം ആഗമനമായി രൂപാന്തരം പ്രാപിക്കും. Hallelujah. ഹല്ലേലൂയ. When my husband was a young person, എന്റെ ഭർത്താവ് യുവത്വത്തിലായിരുന്നപ്പോൾ, he was just 20 years old 20 വയസ്സ് പ്രായമുള്ളപ്പോൾ, when he received Jesus as his Savior. രക്ഷിതാവായി യേശുവിനെ അദ്ദേഹം സ്വീകരിച്ചപ്പോൾ, Immediately, തൽക്ഷണത്തിൽ തന്നെ, let me tell it again and again, immediately, ഞാൻ വീണ്ടും പറയട്ടെ, തൽക്ഷണത്തിൽ തന്നെ she started reading the Word of God and praying unto the Lord. അദ്ദേഹം ദൈവത്തിന്റെ വചനം വായിക്കുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു. Very sincere. വളരെ ആത്മാർത്ഥതയോടെ. When we got married, ഞങ്ങൾ വിവാഹിതരായപ്പോൾ he was just 24 years. അദ്ദേഹത്തിന് കേവലം 24 വയസ്സേ പ്രായമുള്ളൂ. Morning 6 o'clock, we'll have our family prayer. പ്രഭാതത്തിൽ 6 മണിക്ക് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന We നടത്തും. were very young. ഞങ്ങൾ യുവത്വത്തിലായിരുന്നു. I was 21. എനിക്ക് 21 വയസ്സ്. But we started our family life that morning with prayers. എന്നാൽ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ കുടുംബജീവിതം രാവിലെ ആരംഭിക്കുന്നത്. Immediately at 6:30 he'll go away from that place. തൽക്ഷണത്തിൽ 6:30 മണിയാകുമ്പോൾ തന്നെ അദ്ദേഹം ആ സ്ഥലം വിട്ടു. 6:30 to 8:30 he'll read the Word of God, pray unto the Lord and prepare himself for the day. 6:30 മണി തുടങ്ങി 8:30 മണി വരെയും അദ്ദേഹം ദൈവത്തിന്റെ തിരുവചനം വായിക്കും, ധ്യാനിക്കും. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെയും അദ്ദേഹം ചെയ്യും. Started asking God. ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. Going on knocking the door of heaven. സ്വർഗത്തിന്റെ കവാടം അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. You have received, Father. യേശുവേ, അങ്ങ് പിതാവിനെ I സ്വീകരിച്ചല്ലോ. also must receive it. എനിക്കും പിതാവിനെ സ്വീകരിക്കണം. I also must receive it. എനിക്കും പിതാവിനെ സ്വീകരിക്കണം. Bless me with the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ. 7 years he prayed. 7 വർഷക്കാലം അദ്ദേഹം പ്രാർത്ഥിച്ചു. Sincere prayer. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. While he was going the bus or the cycle, he'd be praying and praying. ബസ്സിലോ സൈക്കിളിലോ യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. God blessed him one day. ദൈവം ഒരു ദിവസം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. One night when they were having a family prayer. ഒരു ദിവസം കുടുംബ പ്രാർത്ഥന രാത്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, That time Paul Dinagaran was born 1962. I was in my parents' home. 1962 ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിലായിരുന്നു. ഡോക്ടർ പോൾ ദിനകരൻ ജനിച്ച സമയം. And God blessed him.
ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. God blessed Brother Dinakaran. ദൈവം സഹോദരൻ ദിനകരനെ അനുഗ്രഹിച്ചു. He saw Jesus Christ in a vision. അദ്ദേഹം ദർശനത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടു. 3 hours. 3 മണിക്കൂർ നേരം. 3 hours. 3 മണിക്കൂർ നേരം. If you seek him sincerely, നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിനെ അന്വേഷിക്കുമെങ്കിൽ, if you knock at the door sincerely, നിങ്ങൾ വാതിൽക്കൽ ആത്മാർത്ഥമായി God മുട്ടുമെങ്കിൽ, will come before you. ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. And you'll have a vision of him. നിങ്ങൾക്ക് ദൈവത്തിന്റെ ദർശനം ലഭിക്കും. And he was blessed with the Holy Ghost and power. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അദ്ദേഹം നിറയപ്പെട്ടു. Give me all the 9 gifts of the Holy Spirit, or let me die. പരിശുദ്ധാത്മ 9 കൃപാവരങ്ങളും ദൈവം എനിക്ക് നൽകണമേ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ. One morning he has to go to the office. പ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഓഫീസിൽ പോകണം. Only 10 minutes were there. പിന്നെ 10 നിമിഷം മാത്രമേ ഉള്ളൂ. The newly born sweet baby Paul Dinakaran was there. പുതുതായി ജനിച്ച വളരെ സുന്ദരനായ ഞങ്ങളുടെ മകൻ പോൾ ദിനകരൻ ശിശുവായി അവിടെ ഉണ്ട്. He never wanted to play with the son. മകനോട് കളിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. He sought God. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു. God first. ദൈവം ഒന്നാമത്. Seek ye first the kingdom of God and his righteousness. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. And all these things അതോടുകൂടെ ഇതൊക്കെയും you will be receiving. നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. Same thing will be done to you, my brother, my sister, my young people. എന്റെ പ്രിയ സഹോദര സഹോദരി യുവജനങ്ങളെ, അത് തന്നെ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കും. That day he had a great vision of God the Father. ആ ദിവസത്തിൽ പിതാവായ ദൈവത്തിന്റെ വലിയ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. Saw the Father like an image. പിതാവിന്റെ സാദൃശ്യം അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. And he said, ദൈവം പറഞ്ഞു, what do you want? നിനക്കെന്താണ് ആവശ്യം? And the Holy Spirit told him, പരിശുദ്ധാത്മാദൂതൻ പറഞ്ഞു, tell him that you want 9 gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന് 9 കൃപാവരങ്ങളും വേണമെന്ന് ദൈവത്തെ അപേക്ഷിക്കാൻ പറഞ്ഞു. Dinakaran said, I want the 9 gifts of the Holy Spirit, Father. സഹോദരൻ ദിനകരൻ പറഞ്ഞു, പിതാവ്, എനിക്ക് പരിശുദ്ധാത്മാവിന് 9 കൃപാവരങ്ങളും വേണം. And he asked again, വീണ്ടും അദ്ദേഹം ചോദിച്ചു, you want the gifts of the Holy Spirit or the giver of the gifts? പരിശുദ്ധാത്മ കൃപാവരങ്ങൾ നിനക്ക് വേണമോ അതോ വരദാനങ്ങളുടെ ദാതാവിന് വേണമോ? Said, I want the giver of the Holy Spirit. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ദാതാവിനെ ആവശ്യമുണ്ട്. To see the image happily moving this side and that side. നമുക്കറിയാം, ആ പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യം അവിടെയും ഇവിടെയും ചലിക്കുന്ന നാം ഇപ്പോൾ കാണുന്നു. And he said, എന്നെ പറഞ്ഞു, go back നീ മടങ്ങിപ്പോകാം, and you will have all the 9 gifts. 9 കൃപാവരങ്ങളും നിനക്ക് ലഭിക്കും എന്ന് ദൈവം പറഞ്ഞു. Came back to the world. ലോകത്തിലേക്ക് മടങ്ങി വന്നു. Oh, what a great experience it was. ഓ, അതെത്ര വലിയ അനുഭവം I ആയിരുന്നു. saw that experience in my own eyes. എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഈ അനുഭവം ഞാൻ കണ്ടു. We were all trembling. ഞങ്ങളെല്ലാം വിറയ്ക്കുകയായിരുന്നു. In our own home it happened. ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ സംഭവിച്ചു. Home was not a big home. ഭവനം വലിയ ഭവനമല്ലായിരുന്നു, Simple home. ലളിതമായ വീട്. I saw him praying and praying. അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ടു. What a great God we have. നമുക്കുള്ള ദൈവം എത്ര വലിയവനായിരുന്നു. This is your time, young people. ഇത് നിങ്ങളുടെ സമയമാകുന്നു This is യൗവനക്കാരെ. your day. ഇത് നിങ്ങളുടെ ദിവസങ്ങളാകുന്നു. I like Brother Dinakaran. സഹോദരൻ ദിനകരനെ പോലെ നിങ്ങൾ കരയുവീൻ. God is going to bestow all his blessings upon you. നിങ്ങളുടെ മേൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളെയും ചൊരിയുവാൻ പോകുന്നു. Be sincere in knocking the door. കർത്താവിന്റെ വാതിൽ മുട്ടുന്നതിൽ നിങ്ങൾ ആത്മാർത്ഥമുള്ളവരായിരിക്കും. Hallelujah. ഹല്ലേലൂയ. You will receive God's blessings. നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. Just like Cornelius' family. കൊർന്നല്യോസിന്റെ ഭവനത്തെ പോലെ. And now we are going to pray. ഇപ്പോൾ നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. 3 things you have to remember. നിങ്ങൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. This is the promise of God. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. And if you ask claim the promise, നിങ്ങൾ വാഗ്ദത്തങ്ങൾ അവകാശം പ്രാപിക്കുമെങ്കിൽ surely it will come in your life. നിശ്ചയമായും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. So you have to keep it in your mind. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സംഗ്രഹിക്കണം. Hallelujah. ഹല്ലേലൂയ. You are going to be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. Believe that God is going to do miracles through you. നിങ്ങൾ മുഖാന്തരമായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Father, thank you, Lord, for your wonderful presence. പിതാവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിനായി നന്ദി. Wherever 2 or 3 are gathered in my name, there am I in their midst. That's what you have എന്റെ promised. നാമത്തിൽ 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. Come with all thy majesty. കർത്താവേ, സർവ്വ മഹത്വത്തോടും കൂടി വരേണമേ. Your people are crying. അങ്ങയുടെ ജനങ്ങൾ നിലവിളിക്കുകയാണ്. They say they are in darkness. അവർ പറയുന്നു അവർ അന്ധകാരത്തിലാണെന്ന്. But Lord, they have come to your presence, Father. എന്നാൽ കർത്താവേ, അവർ അങ്ങയുടെ സന്നിധിയിലേക്ക് They വന്നിരിക്കുന്നു. have come to seek your help, O Father. അവർ അങ്ങയുടെ സഹായം തേടി വന്നിരിക്കുന്നു. Lord, help them to come out of all darkness. കർത്താവേ, അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവരെ Let all സഹായിക്കണമേ. the darkness be gone from them, from their lives. അവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരവും അകന്നു പോകട്ടെ. Deliver them, Lord. അവരെ വിടുവിക്കണമേ. Let every one of them enter into light. അവർ ഓരോരുത്തരും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കട്ടെ. Receive your blessing, അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. your peace, അങ്ങയുടെ സമാധാനം, and your joy. അങ്ങയുടെ സന്തോഷവും. In Jesus' mighty name we pray. യേശുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.